ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇന്ന് 20ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഭരണഘടനയിലെ കംപ്ലീറ്റ് ടോപ്പിക്ക് 10 മാർക്കിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കും കഴിയുന്നതാണ്. അതേപോലെ തന്നെ കെമിസ്ട്രി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സും 2-3 ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ അതും കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ GK ടോപ്പിക്സ് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ PDF മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം PDF വായിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി ഉണ്ടായിരുന്നത് റിട്ടുകളെ പറ്റിയിട്ടും പിന്നെ മൗലിക കടമകളെ പറ്റിയിട്ടുമാണ്. അപ്പോൾ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്ത്? റിട്ടുകൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. അപ്പോൾ ഈ റിട്ട് എന്ന് പറഞ്ഞ പദം ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള? ലാറ്റിൻ വേർഡാണ്. റിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡാണ്. ഇനി ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടുന്ന? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഈ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുക? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ 32ാം അനുച്ഛേദം അനുസരിച്ചാണ്. എന്നാൽ ഹൈക്കോടതിയാണെങ്കിൽ ഭരണഘടനയുടെ 226ാം അനുച്ഛേദം അനുസരിച്ചിട്ടാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നതാണ് ആര്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കാം. മൗലികാവകാശങ്ങളോടൊപ്പം തന്നെ നിയമാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ സുപ്രീം കോടതികൾ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഹൈക്കോടതികൾ മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്നും വിശാലമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്ന് വിശാലമാണ്. പിന്നെ അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ ആണെങ്കിൽ അതാത് പ്രദേശങ്ങളാണ്, അതാത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മാത്രമാണ്. അതാത് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ എന്താ? യൂണിയൻ ടെറിട്ടറീസും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമാണ്. അപ്പോൾ ആകെ എത്ര റിട്ടുകളാണ് ഉള്ളത്? ആകെയുള്ള റിട്ടുകൾ 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻറ്റോ. അപ്പോൾ ഇതാണ് 5 റിട്ടുകൾ. 5 എണ്ണമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നോക്കാം. കാർഡ് കയറിയൊന്നും പഠിക്കേണ്ട. ഇത് പ്രിലിമിനറി എക്സാമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. അപ്പോൾ ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ. നിയമാനുസൃതമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ എന്ത് പറയാം? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. എന്താ? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിലൊക്കെ വരുന്നൊരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നർത്ഥം വരുന്ന റിട്ടാണ്. അപ്പോൾ ഇവിടെ പൊതുസ്ഥാപനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ ഇത് പുറപ്പെടുവിക്കാം. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പരാമർശിച്ചത് എവിടെയാണ്? 1215 ജൂൺ 15 മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ടയിലാണ് ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പരാമർശിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതെപ്പോഴൊക്കെയാണ്? സാധിക്കാത്ത ചില സന്ദർഭങ്ങളാണ് തടവ് നിയമാനുസൃതമാണെങ്കിൽ.
തടവ് നിയമാനുസൃതമാണെങ്കിൽ നിയമാനുസൃതമല്ലെങ്കിലാണ് നമുക്ക് ആ വ്യക്തിയെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുള്ളൂ. നിയമാനുസൃതമാണെങ്കിൽ നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിയമനിർമ്മാണ സഭ കോടതിയെ ലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ നിയമനിർമ്മാണ സഭയിലോ അല്ലെങ്കിൽ കോടതിയെ ലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിലും നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇനി തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ തടങ്കലിൽ വെക്കാനായിട്ട് അവകാശമുള്ള കോടതിയാണെങ്കിലും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തടവ് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ, ഈ തടവ് എന്ന് പറയുന്നത് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ പുറത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റുകളെല്ലാം തന്നെ. തടവ് നിയമാനുസൃതമാണെങ്കിൽ, തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭ കോടതി ലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ ഒന്നും നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. ഇനി അടുത്തതാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നതാണ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസിൻ്റെ അർത്ഥം. അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് നാം കൽപ്പിക്കുന്നു. ഒരാളുടെ കർത്തവ്യം എന്താണോ അത് നിറവേറ്റാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ പൊതു സ്ഥാപനത്തെയോ ഒക്കെ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാൻഡമസ് സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാര്, പാർലമെന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർ, പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരായിട്ട് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. എന്നിവയ്ക്കെതിരെ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, അതാണ് മാൻഡമസ്. ഇനി എന്താ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിലക്കുക അല്ലെങ്കിൽ തടയുക എന്നാണ്. ഇതെന്താ പറയുന്നത്, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയാനുള്ള റിട്ടാണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക ചെയ്യുമ്പോഴൊക്കെ പ്രാഥമികമായിട്ട് തടയുന്നതിനെ നമ്മൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അപ്പോൾ തടയുക അല്ലെങ്കിൽ വിലക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണിത്. ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമായി വരുന്ന റിട്ടാണിത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കോവാറൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തധികാരം എന്ന് പറയുന്നതാണ് കോവാറൻറ്റോ. അപ്പോൾ അതായത് ഒരു വ്യക്തി അയാൾ അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നത്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് തടയാൻ വേണ്ടി നമ്മൾ പുറപ്പെടുവിക്കുന്നതാണ് കോവാറൻറ്റോ. എന്നാൽ ഇത് മന്ത്രിതല ഓഫീസിനെതിരെയോ സ്വകാര്യ ഓഫീസിനെതിരെയോ കോവാറൻറ്റോ അനുവദനീയമല്ല. ഇത് അനുവദനീയമല്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണിത്. കോവാറൻറ്റോ. ഇനി അടുത്തതാണ് എന്ത്, സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നുള്ളതാണ് അർത്ഥം. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക. ഇവിടെ എന്താണ്, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കീഴ്ക്കോടതിയിൽ നിന്ന് എവിടേക്കാണ്, മേൽക്കോടതിയിലേക്ക് മാറ്റാൻ. കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർഷ്യോററി റിട്ട് ആദ്യം ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇത് സിവിൽ കേസുകളിലും ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ആദ്യം ഇത് ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചിരുന്നത്, ഇപ്പോൾ സിവിൽ കേസുകളിലൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യോററി പുറപ്പെടുവിക്കാം. ജുഡീഷ്യലിനെതിരെയും ക്വാസി ജുഡീഷ്യലിനെതിരെയും പുറപ്പെടുവിക്കാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ് 1,
മാൻഡമസ് റിട്ട് നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. പിന്നെ ഏതാണ്? സെർഷ്യോററി. അതേപോലെ തന്നെ പ്രൊഹിബിഷൻ. ഇത് മൂന്നും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി മൗലിക കടമകളെ പറ്റി നമുക്ക് പറയാം. മൗലിക കടമകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഈ ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. എന്താണ് മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ? ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുമായിട്ടാണ് പൗരന്മാരെ പ്രേരിപ്പിക്കുന്നതാണ് എന്ത്? മൗലിക കടമകൾ. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ആദരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് പൗരന്മാരെ പ്രേരിപ്പിക്കുന്നതാണ് മൗലിക കടമകൾ. അപ്പോൾ ഈ മൗലിക കടമകൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 42ാം ഭേദഗതി 1976 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർത്തത്? മൗലിക കടമകളെ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെ. അങ്ങനെ മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1977 ജനുവരി 3 അപ്പോൾ ഈ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. നിയമമന്ത്രി. ഇത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി മുഹമ്മദ്. ഈ ഭരണഘടനാ ഭേദഗതിയുടെ സമയത്ത്. അപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3 കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ 42ാം ഭേദഗതി പ്രകാരം 10 എണ്ണമാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. 10 എണ്ണമാണ് കൂട്ടിച്ചേർത്തത്. 10 എണ്ണം കൂട്ടിച്ചേർത്തു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണമാണുള്ളത്? ഇപ്പോൾ 11 മൗലിക കടമകളാണ് ഉള്ളത്. 11 എണ്ണം. അപ്പം ഭരണഘടനയിൽ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 എണ്ണമാണ് കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ 11 എണ്ണം ഉണ്ട്. നിലവിൽ 11 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ മൗലിക കടമകളെ കൂട്ടിച്ചേർത്തത്? ഭാഗം 4A ആർട്ടിക്കിൾ 51A. ഭാഗം 4A ആർട്ടിക്കിൾ 51A പറയുന്നത് മൗലിക കടമകളെ പറ്റിയിട്ടാണ്. ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഏത് കമ്മിറ്റിയുടെയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകളെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത് നോൺ ജുഡീഷ്യബിൾ ആണ്. നോൺ ജുഡീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാമെന്ന്. പക്ഷേ ഈ മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. കഴിയില്ല. അതാണ് നോൺ ജുഡീഷ്യബിൾ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പിനെ പരിശോധിക്കാനായിട്ട് 1998 നിയമിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ വർമ്മ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് JS വർമ്മയായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഇനി ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1999 അപ്പോൾ കമ്മിറ്റിയെ നിയമിച്ചത് 1998 1999 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മൗലിക കടമകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 11 മൗലിക കടമകൾ ഉണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് മൗലിക കടമകൾ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ആ 11 മൗലിക കടമകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണിത്? 51A സബ് ക്ലോസ് A ആണ് എന്തിനെ പറ്റി പറയുന്നത്? ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അപ്പോൾ നമുക്ക് ദേശീയ പതാക, ദേശീയ ഗാനം ഒക്കെ പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അതിനെ ആദരിക്കുക എന്ന് പറയുന്ന മൗലിക കടമ ഏതാന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം. ഏതാ? 51A സബ് ക്ലോസ് A. ഓക്കെ. B എന്താ പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇതെല്ലാം ഇതുപോലെ കിട്ടിയില്ലെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ? ഇത് A ആണ്.
ബി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക, രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സജ്ജരായിരിക്കുക. ഇനി എന്താ? മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക, സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. പിന്നെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക എന്നിവയൊക്കെയാണ്. ഇനി ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക, എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഏറ്റവും ലാസ്റ്റ് ആഡ് ഇതാണ് കെ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. 51A കെ ആണ് ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ അങ്ങനെ 11 കടമകൾ. അപ്പോൾ ഈ 11 കടമകളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, കാണാതെ പഠിക്കാനല്ല, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അറിയണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഈ എയും കെയും പ്രത്യേകം അതിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഭരണഘടനയിലെ കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ പ്ലേ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആകെ ഒരു 5-6 ക്ലാസ്സുകളേ ഉള്ളൂ. ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും, പിന്നെ ഈ കടമകളും. അപ്പോൾ ഒരു 7 ക്ലാസ് ആയിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. അതെല്ലാം നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്